സ്ഥലത്ത് എന്ത് ചപ്പും ചവറുമാണ്. അതെ, അവിടെ നമ്മൾ ചപ്പും ചവറൊക്കെ മാറ്റിയാൽ എന്ത് എളുപ്പമായിരിക്കുന്നു. പക്ഷെ വീണ്ടും അവിടെ കൊണ്ടിട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് അവിടെ ഒരു വേസ്റ്റ് ബിന്നും കൂടി വെച്ചാലോ, എന്നിട്ട് പോസ്റ്ററും കൂടി വെക്കാം, ഇവിടെ ചപ്പും ചവറും. അത് കൊള്ളാം, അത് നല്ലതായിരിക്കും. ഇന്ന് നമ്മുടെ കുട്ടികൾ നടത്തിയ മനോഹരമായ ഒരു പ്രവർത്തനം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഓരോ യാത്രയും നമ്മെ പഠിപ്പിക്കുന്ന ചില മഹത്തായ പാഠങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ സ്ഥലത്ത് അവിടെ ഇവിടെയായി ചപ്പ് ചവറുകൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ കൂടുതലും പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. പ്രയാസകരമായ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ കുട്ടികൾ ഒരു തീരുമാനമെടുത്തു. ഈ മനോഹരമായ സ്ഥലത്തെ സംരക്ഷിക്കാം. ഈ ആലോചന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ആദ്യം എല്ലാ ചപ്പ് ചവറുകളും പെറുക്കി സ്ഥലം വൃത്തിയാക്കി. വൃത്തിയാക്കൽ മാത്രമല്ല, അത് നിലനിർത്താനുള്ള ചിന്തയും അവരിൽ പിറന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, വൃത്തിയാക്കിയത് കൊണ്ട് മാത്രം കാര്യമല്ല, ഇതിനെ നിരന്തരം വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനു പകരം വൃത്തികേടാക്കുന്ന മറ്റുള്ളവരുടെ പ്രവണത കുറയ്ക്കാനുള്ള മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അതിന്റെ ആദ്യ പടിയായി പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയരുത് എന്ന് എഴുതി ഒട്ടിച്ചു. കൂടാതെ ചപ്പ് ചവറുകൾ സുരക്ഷിതമായി ഇടാൻ ഒരു സ്ഥലവും തയ്യാറാക്കി. ഈ ചെറിയ പ്രവർത്തനം വലിയ സന്ദേശമാണ് നൽകുന്നത്. നമ്മൾ പ്രകൃതിയോട് സ്നേഹവും കരുതലും കാണിക്കണം. നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ലോകം വളരെ ഭംഗിയാകുമെന്ന് സംശയമില്ല.